എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് മഹാരാഷ്ട്രീയൻ സ്റ്റൈൽ പോഹ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ പച്ച നിലക്കടല കുറച്ച് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കരുത്, സൺഫ്ലവർ ഇടുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യും, പക്ഷെ അത് അവിൽ വിളയിച്ചതൊക്കെ അവിലുകൊണ്ടാണ് ഇത് ചെയ്യുക. അതായത് ഞാൻ ഈ മെഷറിങ് കപ്പ് ഉപയോഗിച്ച് 4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഉപ്പും വെള്ളം തെളിച്ചിട്ട് ഞാൻ കുതിർത്തി വെച്ചിരിക്കുക. ആദ്യം വെള്ളം ഇങ്ങനെ തെളിക്കാനേ പാടുള്ളൂ, അതിങ്ങനെ കുതിർത്തി വെച്ചിരിക്കുക. ഉപ്പ് ആവശ്യത്തിനിട്ട് അത് കുതിർത്തി. ഈ കപ്പിൽ 4. അപ്പോൾ ഇത് കുറച്ച് വാടി കഴിയുമ്പോൾ ഇതെടുക്കാം. നമുക്ക് ഇത് അവസാനം ചേർക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാം, എളുപ്പത്തിൽ തയ്യാറാക്കാം. പിന്നെ ഇതിൽ പോഷകമായിട്ട് പ്രോട്ടീനായിട്ടുള്ള നിലക്കടലയുണ്ട്. ഇനി നമുക്ക് ഒരു ഹാഫ് ഒണിയനാണ് എടുത്തിരിക്കുന്നത്, സവാള. അത് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേപ്പിൻ്റെ ഇല, പച്ചമുളക് 4 എണ്ണം, ഇത് കുറച്ചൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഈ അവിൽ നനച്ചത് എന്ന് പറഞ്ഞാൽ ഉപ്പിട്ട് നനച്ചത് ഇടാം. അതിൽ തൊട്ട് മുന്നായിട്ട് കുറച്ച് മഞ്ഞളിടുക. എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം, നമുക്ക് എവിടേക്കെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യാം, കേടാകാതെ ഇരിക്കും. തേങ്ങപ്പീര ഇടാതെ മതി. ഇതിൽ നമ്മൾ അവസാനം തേങ്ങപ്പീര ഇടും. ഇത്തിരി മഞ്ഞളിട്ട് ഞാൻ തീയൊന്ന് ചെറുതായിട്ട് കുറയ്ക്കുക. അതിനുശേഷം ഈ അവിൽ നനച്ചത് ഇടുക. പിന്നെ ഇളക്കുക. ഈ കപ്പലണ്ടി വറുത്തത്, പച്ചക്കപ്പലണ്ടി ഇടുക, അതും കൂടി ഇടുക. പിന്നെ കുറച്ച് തേങ്ങ ചെരുവിയിടും ഇടും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ഇത് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ബൗളിലേക്ക് മാറ്റുക. ഇത് ഹെൽത്തിയാണ്, നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. കുറേ പണികളൊന്നും എടുക്കണ്ട. ഇഡ്ഡലി ദോശയ്ക്കും ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്നും ചെയ്യാനില്ല.
അപ്പോൾ അതെല്ലാം ഇതിലേക്ക് മാറ്റി. ഇനി ഇതിൻ്റെ മെയിൻ ഒരു ടേസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, കുരു വീഴാതെ. നാരങ്ങ നല്ലതുപോലെ പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ അതിൻ്റെ ഫുൾ ടേസ്റ്റ് വരും. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള പോവ, കാന്ത പോഹ. ഇത് മഹാരാഷ്ട്രയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് കാണാനായിട്ട് ചെറുക്കൻ്റെ വീട്ടുകാർ വരുമ്പോൾ ഇത് സ്പെഷ്യലായിട്ട് കൊടുക്കും, അത് മസ്റ്റായിട്ട് കൊടുക്കും. അതൊരു ആചാരമാണ്. പിന്നെ അവർ എന്ത് ഒരു സന്തോഷം വന്നാലും ഇതുണ്ടാക്കും. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. കാന്ത പോവ. ഓക്കെ, ബൈ ബൈ.